ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ജൂപ്പിറ്റർ എഡ്ജ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് നമുക്കിപ്പോൾ എന്താ പറയുക ഡെലിവർ ആയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് സാധനം കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ 2 ദിവസം മുമ്പ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചപ്പോൾ ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡ്, അതായത് CSB ബാങ്ക് ആയിട്ട് ടൈപ്പുള്ള നമ്മുടെ ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് UPI ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ആ കാര്യം നമ്മൾ പറയുന്നത്. അത് ആക്ച്വലി കുറേ പേർക്ക് ഈ പിൻകോഡ് ഇഷ്യൂ കാരണം കുറേ പേർക്ക് കിട്ടുന്നായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ 2-3 ആഴ്ചയായിട്ട് ഒരു കുറേ പിൻകോഡിൽ ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി കുറേ പിൻകോഡിൽ നമ്മുടെ ഈ ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് കിട്ടും. ലൈഫ് ടൈം ക്രെഡിറ്റ് കാർഡാണ്. നമ്മളിത് അപ്ലൈ ചെയ്യാതെ നമ്മുടെ റെഫറൽ ലിങ്ക് കിട്ടും. ഡയറക്റ്റ്ലി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഡയറക്റ്റ് ലിങ്കാണ്. അപ്പോൾ അത് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടും. അപ്പോൾ നമ്മുടെ കാർഡ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സിംഗ് ആണൊക്കെ ചെയ്യാം. കാർഡ് എങ്ങനെ വല്ല വ്യത്യാസമാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് കാലം മുമ്പേ ഇതിൻ്റെ പഴയ മോഡൽ നമ്മൾ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. ഇപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കിട്ടുമെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട്. ഇത് എനിക്ക് ആക്ച്വലി ബ്ലൂ ഡാർട്ട് കൊറിയർ ത്രൂ വന്നത് കേട്ടോ. പറയുമ്പോൾ എനിക്ക് ഈ CSB ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ജൂപ്പിറ്റർ മണിയുടെ സൈഡിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഷിപ്പായതിൻ്റെ ഡീറ്റെയിൽസോ അങ്ങനെ സംഭവങ്ങളൊന്നും വന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബ്ലൂ ഡാർട്ടിൻ്റെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു, ഒരു കൊറിയർ ഉണ്ടുമായിട്ട്. എന്നിട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ച് വേറൊരു കൊറിയർ എനിക്ക് വരേണ്ടായിരുന്നു ബ്ലൂ ഡാർട്ടിൻ്റെ, അതായിരുന്നു വിചാരിച്ചത്. പക്ഷേ വന്ന് നോക്കിയിട്ട് വാങ്ങിക്കുമ്പോൾ മനസ്സിലായത് ഇത് ജൂപ്പിറ്ററിൻ്റെ കാർഡാണ്. എന്നുവെച്ചാൽ അത് അങ്ങനെ കുറച്ച് കുഴപ്പമുണ്ട്. ഈ ജൂപ്പിറ്റർ മണി സേവിങ്സ് അക്കൗണ്ടൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കുറച്ച് ഉടായ്പമാർ കസ്റ്റമർ കെയർ സപ്പോർട്ട് വെറുതെ പേരിന് മാത്രമല്ല, ഒരു സംഭവം ഇല്ല. അവർ ആവശ്യം വിളിച്ചാൽ കിട്ടില്ല. ഇത് പിന്നെ അവരല്ല, CSB ബാങ്കാണ് ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. കാർഡ് പിന്നെയും മോശമില്ല. പക്ഷേ ബാങ്ക്, അവരുടെ സേവിങ്സ് അക്കൗണ്ട് ബാങ്ക് നിയോ ബാങ്കിങ് ആണ്. നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യായിരിക്കും നല്ലത്. ഞാൻ ഓൾറെഡി ക്ലോസിംഗ് റിക്വസ്റ്റ് കൊടുത്തിട്ട് കുറച്ച് കാലമായി. അവന്മാരെ ഞാൻ പറഞ്ഞല്ലോ, ഒരു റെസ്പോൺസും തരാത്ത ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ടാണ്. വെറുതെ പേരിന് മാത്രമുള്ള ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പറയാവുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ തന്നെ ഇവിടെ ബാക്കിൽ കാണാം. ജൂപ്പിറ്റർ എഡ്ജിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂപ്പിറ്റർ മണീൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇഷ്യൂഡ് ബൈ CSB ബാങ്ക്, പവർഡ് ബൈ UPI. അതായത് ഇതൊരു റൂപേ കാർഡാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. രണ്ട് മൂന്ന് പാക്കേജ് ഉണ്ട്, ഇല്ല അത്രേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ ആ ജൂപ്പിറ്ററിൻ്റെ സംഭവം കാണാണ്ട് ഇവിടെ. വേറെ ഉള്ളിൽ കാർഡ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവരുടെ നോർമൽ ട്രാൻസ്പാരൻ്റ് കണ്ടല്ലോ, ആക്ടിവേഷൻ കോഡ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മറച്ചു പിടിക്കാം. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അതാണ് കാർഡ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊന്നും ഒരു ഇതിൽ കൊടുത്തിട്ടില്ല. നോർമലി കൊടുക്കാറുണ്ട്. ഇതിൽ ആക്ടിവേഷൻ കോഡ് ഉണ്ട്. അപ്പോൾ നമുക്കിത് അവരുടെ ആപ്പിൽ പോയിട്ട് ആക്ടിവേഷൻ ചെയ്യണം. പിന്നൊന്നുമില്ല കേട്ടോ. അതിൽ പിന്നെ അവരുടെ ഓഫേഴ്സും, അതായത് ഈ കാർഡിന് എന്താണ് നമുക്ക് ഓഫർ കിട്ടുന്നത് അതിൽ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി, കണ്ടു. അതായത് 10% ക്യാഷ് ബാക്ക് ഓൺ ഷോപ്പിംഗ് വരുന്നുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര. ഇത് ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഒരു ജ്വൽസ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിനാണ് നമുക്ക് റിവാർഡ് പോയിന്റ് തിരിച്ചു കിട്ടണം. നമുക്കത് വേണമെങ്കിൽ ഗിഫ്റ്റ് കാർഡായിട്ട് അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. ഓഫ്ലൈൻ സ്പെൻസിന് നമുക്ക് 2% ക്യാഷ് ബാക്ക് ഉണ്ട്. ഇതാണ് കാർഡ് വരുന്നത്. ഞാൻ കാർഡ് കാണിച്ചു തരാം. ഇതാണ് കാർഡ് ഉണ്ട്. ട്രാൻസ്പാരൻ്റ് കാർഡാണ്. കണ്ടോ, കാർഡ് നല്ല ക്വാളിറ്റിയാണ്, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഏതൊക്കെ 10% ക്യാഷ് ബാക്ക് ഉള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഉണ്ട്, മിന്ത്ര ഉണ്ട്, എജിയോ ഉണ്ട്, ട്രെൻഡ്സ് ഉണ്ട്, ക്രോമ ഉണ്ട്, നൈക്ക, റിലയൻസ് ഡിജിറ്റൽ, വെസ്റ്റ് സൈഡ്, ടാറ്റ ക്ലിക്ക്. 5% ക്യാഷ് ബാക്ക് ഓൺ ട്രാവൽ വരുന്നുണ്ട്. അതായത് മേക്ക് മൈ ട്രിപ്പ്, ഈസ് മൈ ട്രിപ്പ്, യാത്ര, ക്ലിയർ ട്രിപ്പ് 1% ക്യാഷ് ബാക്ക് ആണ്. ബാക്കി അതർ ബ്രാൻഡ്സിലും 1% ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 8655055086 ആണ് ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഇമെയിൽ ID ആണെങ്കിൽ കസ്റ്റമർ കെയറിൻ്റെ edge.csb/support@jupiter.money എന്നാണ് കേട്ടോ അതിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ. നിങ്ങൾ ഓൾറെഡി കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഈ വെൽക്കം ലെറ്റർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ വലിയ കാര്യമൊന്നുമില്ല ഇതിൽ. പേ വിത്ത് UPI ഓർ ക്രെഡിറ്റ് കാർഡ്, കൺവേർട്ട് സ്പെൻസ് ഇൻ ടു EMI, അതുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിത് വേറെ ആപ്പിൽ കയറിയിട്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. എന്താ പറയുക, ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ഇത് ഫുള്ളി
എന്താ പറയുക ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാനൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ ആപ്പിൽ അത് ഓൾറെഡി ഡെലിവേർഡ് എന്ന് കാണിക്കുന്നുണ്ട്, കണ്ടോ. ഞാനത് കറക്റ്റ് കാണിച്ചിരുന്നില്ല, അതിൽ ഡീറ്റെയിൽസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചുമ്മാ കാണിച്ചിരുന്നു മാത്രം. അപ്പോൾ ഒരു ആക്ടിവേഷൻ കോഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ടൊന്നും കൊടുക്കാത്തത് കാരണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ എന്തായാലും കാണിച്ചു കഴിഞ്ഞാൽ ഫുൾ ബ്ലർ ചെയ്യേണ്ടി വരും, പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആക്ടിവേഷൻ കോഡ് അടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ ആ ലെറ്ററിൽ തന്നെ ഉണ്ട് ആക്ടിവേഷൻ കോഡ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാർഡ് ആക്റ്റീവ് ആവും. അവിടെ പോയി ഉണ്ടായിരുന്നല്ലോ. 4 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ OTP വരും കേട്ടോ. അപ്പോൾ അവർ പിന്ന് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, 4 ഡിജിറ്റ് പിന്ന് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്ന് സെറ്റ് ചെയ്യാം. പിന്ന് ക്രിയേറ്ററായി. അപ്പോൾ നമുക്കിനി നമ്മുടെ കാർഡിലെ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാനുള്ള അവരുടെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജും വന്നു, കൺഗ്രാജുലേഷൻ യുവർ പിൻ സെറ്റ് ഫോർ CSB എഡ്ജ് റൂപേ കാർഡ് സക്സസ്ഫുൾ ആയിട്ട് ഇതേപോലെ ഒരു മെസ്സേജും വന്നു കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിരുന്നില്ല. ആ മെസ്സേജിൽ തന്നെ അവരുടെ കസ്റ്റമർ കെയർ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നുമില്ല, ബാക്കി സംഭവം തന്നെ. ഞാൻ എന്തായാലും കാർഡ് മറ്റേ സംഭവം ഒന്നും എനേബിൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയുള്ളൂ സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിതിൻ്റെ ഡയറക്റ്റ് റെഫറൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.